നാം ഇന്ന് വായിച്ചത് നമുക്ക് പരിചിതമായ യെശയ്യാ 6-ാം അധ്യായമാണ്. हम अच्छी से जानकारी रखने वाला एक वचन है ഐസയ്യ 6 अध्याय. ധാരാളം പ്രസംഗങ്ങൾ നാം അതിൽ നിന്ന് കേട്ടിട്ടുണ്ട്. उसमें से कई प्रचार हमने सुन रखे हैं. പല ഹെഡിങ്സ്, പല ശീർഷകങ്ങൾ അതിന് നൽകപ്പെട്ടിട്ടുണ്ട്. वो उसको कई शीर्षक से नवाजा गया है. ചിലർ അതിനെ വിളിക്കുന്നത് യെശയ്യാവിൻ്റെ വിളിയുടെ അധ്യായം എന്നാണ്. ദ ചാപ്റ്റർ ഓഫ് ഐഷയാസ് കോൾ. वो कई लोग इसको जो है ഐസയ്യ की बुलाहट का एक वचन कहा जाता है उसको. അതുപോലെ തന്നെ വിഷൻ ഓഫ് യാഹ്വേ ഇൻ ഹിസ് മാജസ്റ്റി, യഹോവയുടെ മഹത്വ ദർശനത്തിൻ്റെ അധ്യായമെന്ന് അതിനെ വിളിക്കുന്നു. यशायाह ने परमेश्वर का दिव्य दर्शन देखा, वहाँ दर्शाया गया है. അങ്ങനെ പല പേരുകൾ ഇതിനുണ്ട്. और इस प्रकार के कई नामों से उसे पुकारा जाता है. ഞാൻ ഇന്ന് ഇതിൽ നിന്ന് അതിൻ്റെ ഒരു എക്സജീസിസിന് താല്പര്യപ്പെടുന്നില്ല. मैं इसमें से आज कोई आपको समझाना नहीं चाहता. അതിൽ നിന്ന് ഒരു വിഷയം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്തുകയാണ് എൻ്റെ ലക്ഷ്യം. उसमें से एक भाग जो है आप लोगों के ध्यान में लाकर बैठना चाहूंगा मैं. നമ്മൾ ഇതിൽ നിന്ന് ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതാണ്. हमने कई प्रचार इस चैप्टर से सुने हैं. പ്രത്യേകിച്ച് അതിൻ്റെ ആദ്യത്തെ വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒത്തിരി പ്രസംഗങ്ങൾ ഞാനും എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ തുടക്കത്തിലൊക്കെ ധാരാളം കേട്ടു. उसका जो प्रारंभिक वचन है, उस वचन के आधारित कई प्रचार हमने सुना है और मैंने भी अपने सेवकाई के प्रारंभ में उसमें से कई प्रचार किए हैं. प्रचार सुने हैं मैंने, उसमें से उस रीति से किया नहीं, लेकिन നമ്മൾ കേട്ടിട്ടുള്ള സന്ദേശങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടാവും. हमने सुना हुआ मैसेजेस जो है हमको ध्यान में होगा. ഒന്നാമത്തെ വാക്യം വായിച്ചോളൂ. उसका पहला वचन जरा पढ़े. അവിടെ ഒരു പ്രത്യേക സമയത്തെ എടുത്ത് യെശയ്യാവ് പറയുന്നുണ്ട്. यशायाह वहां पर एक खास समय के बारे में बताता है. നമുക്കറിയാം യെശയ്യാവിനെ കുറിച്ച്. हम यशायाह नबी के संबंध में जानते हैं. അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു. वो एक याचक था. അപ്പോൾ തന്നെ പ്രവാചക ദൗത്യം ദൈവം അദ്ദേഹത്തെ ഏൽപ്പിച്ചു. और उसके साथ ही वो भविष्यवक्ता भी था. സ്തോത്രം. യേശുക്രിസ്തുവിനെ കുറിച്ച് ഏറ്റവും വിസ്താരത്തിൽ പ്രവചിച്ച പ്രവാചകൻ യെശയ്യാവാണ്. यीशु मसीह के संबंध में कई प्रकार के भविष्यवाणियां जो हैं उसके द्वारा हुई है. അതുപോലെ വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങൾക്ക് സമാനമായ 66 അധ്യായങ്ങൾ. और बाइबल में जैसे 66 बुक्स हुआ करते हैं, वैसे ही इसमें 66 चैप्टर्स हैं ഐസയ്യ में. നേരത്തെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മിനി ബൈബിൾ എന്നും ഡിറ്റോ ബൈബിൾ എന്നും ബൈബിൾ വിതിൻ ദ ബൈബിൾ എന്നും ഒക്കെ ഈ പുസ്തകത്തെ വിളിക്കുന്നത്. इसीलिए इस ഐസയ്യ चैप्टर को मिनी बाइबल कहते हैं, बाइबल के अंदर एक बाइबल कहते हैं, ऐसे कई नामों से पुकारते हैं उसे. യെശയ്യാവിന് കൊടുത്തിരിക്കുന്ന ഒരു പേരുണ്ട്. और ഐസയ്യ को दिया हुआ एक नाम है. അതും ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മ കാണും. और वो नाम भी आप लोग उससे शायद स्मरण करते होंगे. അപ്പോസ്റ്റൽ പോൾ ഓഫ് ദി ഓൾഡ് ടെസ്റ്റമെന്റ്, പഴയ നിയമത്തിലെ അപ്പോസ്തലനായ പൗലോസ് എന്നാണ് യെശയ്യാവിനെ വിളിക്കുന്നത്. पुराने नियम के प्रेरित पौलुस, ऐसा भी नाम ഐസയ്യ को दिया गया है. അതുപോലെ ഓൾഡ് ടെസ്റ്റമെന്റ് ഇവാഞ്ചലിസ്റ്റ്, പഴയ നിയമത്തിലെ സുവിശേഷ പ്രസംഗകനെന്നും ഇദ്ദേഹത്തെ വിളിക്കുന്നു. और पुराने नियम के सुसमाचार प्रचारक, ऐसा भी नाम ഐസയ്യ को दिया गया है. കാരണം സുവിശേഷം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. क्योंकि सुसमाचार कहा जाए तो ये मसीह यीशु है. യേശു ക്രിസ്തുവിന്റെ ആളത്വവും
ക്രൂശിലെ രക്ഷണ്യ പ്രവൃത്തിയുമാണ് സുവിശേഷത്തിന്റെ അന്തസത്ത. यीशु मसीह का व्यक्तित्व और उसका सूली पे मारा जाना, यही जो है सुसमाचार का मेन पोर्शंस है. ഇത് രണ്ടും സവിസ്തരം യെശയ്യാവ് യേശുവിന്റെ ജനനത്തിന് ഏകദേശം 700 വർഷം മുൻപ് തന്നെ പ്രവചിച്ചു. यीशु मसीह के 700 जन्म के 700 साल पहले ही ये दोनों बातों को अच्छी से भविष्यवाणी कर लिखा है उसने. അന്നത്തെ പ്രവാചകന്മാർ പറഞ്ഞു കൊടുക്കുകയും ഏതെങ്കിലും തങ്ങളുടെ സെക്രട്ടറിമാർ എഴുതുകയുമാണ് പതിവ്. भविष्यवाणी करने वाले जो भविष्यवक्ता थे वो कहते थे, उनके साथ में कोई एक व्यक्ति था, वो लिखा करता था. യിരെമ്യാവിന്റെ പ്രവചനമൊക്കെ എഴുതിയ ബാരൂക്കിനെ കുറിച്ച് നമുക്കറിയാം. यिर्मयाह का भी जो लिखा है, जो भविष्यवाणी जी लिखी है, वो बारूक करके नाम है व्यक्ति, उसने लिखा है. അതുപോലെ യെശയ്യാവിൻ്റെതും ആരോ ഒരാൾ എഴുതി എന്നാണ് പറയപ്പെടുന്നത്. और ऐसा कहा जाता है कि यशायाह भी ऐसे भविष्यवाणी करता था. वो संबंध में कोई एक व्यक्ति है जो लिख रखा है, उसका नाम पता नहीं है. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം. मैं जो कहने जा रहा हूँ ये आप लोगों ने शायद सुन रखा होगा. യെശയ്യാവ് പ്രവചിക്കുകയാണ് യേശുവിനെ കുറിച്ച്. यशायाह जो है भविष्यवाणी करता है यीशु मसीह के संबंध में. സെക്രട്ടറി എഴുതുന്നു. और उसका सेक्रेटरी जो है लिखता है. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു കാര്യം പറഞ്ഞപ്പം അലക്സ് ബ്രദർ കൺഫ്യൂസായി ട്രാൻസ്ലേറ്റ് ചെയ്യാതിരുന്ന ഓർമ്മയുണ്ടല്ലോ. आप लोग पिछले हफ्ते सुना होगा कि पास्टर कुछ बोल रहे थे 3-4 बार, और मेरे को समझ में नहीं आ रहा था. ഇതുപോലെ യെശയ്യാവ് പ്രവചിച്ചപ്പം സെക്രട്ടറി എഴുത്തു നിർത്തി. और एक बार जो है यशायाह कुछ कह डालता है, मगर उसका सेक्रेटरी कुछ लिख नहीं पाता, क्योंकि वो समझ नहीं पाता है क्या बोला. ആവർത്തിച്ച് പ്രവാചകൻ പറയുന്നു സെക്രട്ടറിക്ക് എഴുതാൻ വയ്യ. और वापस वो दोहराता है, मगर ये सेक्रेटरी लिख नहीं पाता है. മറ്റൊന്നുമല്ല, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും എന്നുള്ള പ്രവചനം. क्योंकि वहां पर वो कहता है कि एक कुंवारी लड़की एक शिशु को जन्मेगी कर वो उसे समझने नहीं आता, वो लिखता नहीं है. സെക്രട്ടറിക്ക് ഇതങ്ങോട്ട് ഉൾക്കൊള്ളാൻ വയ്യ. और सेक्रेटरी ये जान नहीं पाता है कि ये कैसा हो सकता है. പലയാവർത്തി പ്രവാചകൻ പറഞ്ഞു, कई बार इसको दोहराता है, भविष्यवाणी करता है, പക്ഷേ സെക്രട്ടറി എഴുതിയില്ല. मगर सेक्रेटरी इसको लिख नहीं पाता है. വിശ്വസിക്കാൻ തനിക്ക് കഴിഞ്ഞില്ല. क्योंकि इस बात का विश्वास वो नहीं कर पाता है. എങ്ങനെ ഒരു കന്യക ഗർഭിണിയാകുന്നതും ഒരു മകനെ പ്രസവിക്കുന്നതും? क्योंकि एक कुंवारी लड़की जो है कैसे एक शिशु को जन्म दे सकती है. അതും ദൈവം അംഗീകരിച്ച ഒരു കന്യകയുടെ പ്രസവമോ? ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. वही परमेश्वर के द्वारा स्वीकृति पाया हुआ एक कुंवारी लड़की कैसे जन्म दे सकती है एक बच्चे को. ആ സമയത്ത് ആ പ്രവാചകൻ പറഞ്ഞു എന്നാണ് പറയുന്നത്, നിനക്കിത് വിശ്വാസമാകുന്നില്ലെങ്കിൽ ഇത് കാണുന്നത് വരെ നീ മരിക്കത്തില്ലെന്ന്. और उस भविष्यवक्ता ने उस व्यक्ति से कहा, तू इसमें विश्वास नहीं करता है, इसके लिए तू वो जब तक ये घटना होता हुआ देखेगा नहीं, तब तक तू मरेगा नहीं. അങ്ങനെ ഇരുന്ന ആളാണ് യേശുവിന്റെ ജനനത്തിന് വേണ്ടി കാത്തിരുന്ന ശിമയോനപ്പച്ചൻ എന്നാണ് യഹൂദന്മാർക്കിടയിലെയും ആദിമ ക്രൈസ്തവർക്കിടയിലെയും ഒരു എഴുതപ്പെട്ടതല്ലെങ്കിലും പറയപ്പെടുന്ന ഐതിഹ്യം എന്നൊക്കെ നമുക്ക് പറയാം. और यहूदी लोगों में ऐसा कहा जाता है कि सिमियोन जो यीशु मसीह के जन्म देखना चाहता था, वो वही शायद व्यक्ति हो सकता है कर जूस लोग ऐसा मानते हैं. ഏതായാലും വേദപുസ്തകത്തിൽ നമുക്കതിന് ഈ പറഞ്ഞതിന് തെളിവൊന്നുമില്ല. मगर वचन में इसके आधारित कोई हमको प्रमाण नहीं है. എന്നാൽ ക്രൈസ്തവ സഭ പൊതുവെ ഇത് അംഗീകരിക്കുന്നു. मगर कई मसीह लोग जो हैं इस बात पर विश्वास करते हैं. അങ്ങനെയാണെങ്കിൽ അപ്പച്ചൻ ശിമയോന് 700 വർഷത്തിലധികം പ്രായം ഉണ്ടായിരുന്നു. इसका मतलब सिमियोन मरने से पहले 700 साल तक जीवन रहा होगा, जीवित. ഉപദേശമായിട്ടൊന്നും എങ്ങും ആരും പറയണ്ട. ये डॉक्ट्रिन के तौर पर कहीं भी प्रचार नहीं करते हैं. ഏതായാലും യേശുവിന്റെ കന്യകാജനനം മുതൽ ഇനിയും വരുവാനുള്ള മഹത്വം വരെ, തേജസ് വരെ ഉള്ള കാര്യങ്ങളെ പ്രവചിച്ചയാളാണ് യെശയ്യാ പ്രവാചകൻ. एक कुंवारी के द्वारा जन्मेगा और एक महिमामय तेजोमय परमेश्वर बनेगा कर ये सब का सभी बातों को उसने भविष्यवाणी उसकी की. എന്നാൽ ഈ 6-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത്
യെശയ്യാവിന് ദൈവവുമായിട്ടുണ്ടായ ഒരു വ്യക്തിപരമായ കണ്ടുമുട്ടൽ, ഏറ്റുമുട്ടൽ, പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് ഗാഡ്. मगर एक छठे अध्याय में ऐसाया का व्यक्तिगत मुलाकात जो है परमेश्वर के साथ हो जाता है. നമ്മൾ ആവർത്തിച്ച് പറയാറുള്ള കാര്യമാണ്, നമുക്ക് ദൈവത്തോട് വ്യക്തിപരമായ ഒരു ഏറ്റുമുട്ടൽ, കണ്ടുമുട്ടൽ ഉണ്ടാവണമെന്ന്. हम यहाँ पर अक्सर कहा करते हैं, हर एक लोगों का व्यक्तिगत मुलाकात जो है परमेश्वर यीशु मसीह से होना जरूरी है. ഒരിക്കൽ മാത്രം പോരാതാനും, मगर ये काफी जीवन में एक ही बार होना काफी नहीं है. അത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. वो बार बार दोहराना है कि हम यीशु के साथ मुलाकात करते हैं. ദൈവവചനത്തിൽ ഭക്തന്മാർക്ക് ദൈവവുമായിട്ടുണ്ടായ ഇടപെടൽ അങ്ങനെ ആവർത്തിക്കപ്പെടുമായിരുന്നു. वैसे ही व्यक्तिगत तौर पर कई वचन में लिखा गया है, कई पवित्र लोगों का परमेश्वर के साथ ऐसा मुलाकात होते रहता था. നമുക്കും അതിൻ്റെ ആവശ്യമുണ്ട്. और हमें भी उसकी आवश्यकता है. നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം, हम उसके लिए प्रार्थना में रहना है, ആഗ്രഹിക്കണം. हम उसकी इच्छा भी रखनी है. കർത്താവേ, എനിക്ക് അങ്ങയുമായിട്ട് വ്യക്തിപരമായിട്ട് ഒന്ന് സന്ധിക്കണം എന്ന് ദൈവത്തോട് ആഗ്രഹത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുക. हम ऐसा प्रार्थना करें कि व्यक्तिगत तौर पर मैं परमेश्वर आपसे मुलाकात करना चाहता हूं, बातचीत करना चाहता हूं, कर हम प्रार्थना कीजिएगा. I need a personal encounter of God with you. मुझे एक व्यक्तिगत मुलाकात आपके साथ होना है परमेश्वर, ऐसा प्रार्थना That कीजिएगा. also repeatedly I want it. और ऐसा निरंतर होता रहे, ऐसा प्रार्थना करें. നമ്മിൽ പലർക്കും ഒരുപക്ഷെ ഒരിക്കലെങ്ങാനും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം. अगर हर एक के जीवन में शायद नहीं हो, मगर किसी किसी के जीवन में एक बार तो कम से कम ऐसा मुलाकात हुआ होगा. പക്ഷേ അത് ആവർത്തിക്കപ്പെടണം. मगर इसका दोहराना जरूरी है. യെശയ്യാവിന് ദൈവവുമായിട്ടുണ്ടായ നേരിട്ടുള്ള ഒരു സന്ധിക്കലാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. यहाँ पर हम देखते हैं कि ऐसाया का जो है व्यक्तिगत तौर पर परमेश्वर यीशु मसीह के साथ मुलाकात हुआ और बातचीत किया, ये दिखाई देता है. അത് ഏത് സമയത്തായിരുന്നു? ये किस समय पर घटा है ये घटना? എളുപ്പം പറഞ്ഞു. Yeah, Isaiah had this encounter with God in the same year Uzziah died. उजिया राजा जिस वर्ष में भरा, उसी वर्ष परमेश्वर से मुलाकात हो उसका. സ്തോത്രം. നമ്മൾ ഈ വാക്യത്തിൽ നിന്ന് കേട്ടിട്ടുള്ളത് സന്ദേശം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. और इसमें से कई प्रचार जो सुने हैं आप लोग को याद होगा. നമ്മുടെ ജീവിതത്തിലെ ഉസിയാവ് മരിച്ചെങ്കിലേ നമുക്ക് ദൈവിക ദർശനം ഉണ്ടാകൂ എന്ന പാരമ്പര്യ പ്രസംഗമാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ കേട്ടിട്ടുള്ളത്. हमने इस प्रकार सुना है कि उजिया राजा जब तक आपके जीवन में मरता नहीं है तब तक यीशु मसीह का मुलाकात आपसे नहीं होगा कर हमने सुना है. എന്നാൽ ഈ ഉസിയ രാജാവ് മരിച്ചതുകൊണ്ടാണോ ഇവിടെ യെശയ്യാവിന് ദൈവവുമായിട്ട് ഒരു കൂടിക്കാഴ്ച ഉണ്ടായത്? हम क्या पर ये वचन पढ़ के आधार पर ये सोच सकते हैं कि उजिया राजा के मरने के पश्चात ही ऐसाया का मुलाकात परमेश्वर से हो पाया? മരിച്ചതുകൊണ്ടാണോ ആ ഒരു എൻകൗണ്ടർ ഉണ്ടായത്? उजिया राजा के मृत्यु के वजह से क्या ऐसाया का मुलाकात परमेश्वर यीशु मसीह से हुआ? ഉസിയാവ് മരിച്ചില്ലായിരുന്നെങ്കിൽ എന്തേ യെശയ്യാവും ദൈവവും തമ്മിൽ അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാവില്ലായിരുന്നോ? अगर उजिया राजा जिंदा होता तो क्या ऐसाया का मुलाकात परमेश्वर यीशु मसीह से नहीं होता था? തീർച്ചയായും जरूर होता. സ്തോത്രം. ഉസിയാവ് മരിക്കുക, ദൈവിക ദർശനം കാണുക എന്ന ഒരു തത്വമല്ല അവിടെ ഉള്ളത്. उजिया का मरना परमेश्वर से मुलाकात का कारण नहीं है. यहाँ पर അത് ഒരു കാലത്തെ, ഒരു സമയത്തെ കുറിക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്നേ ഉള്ളൂ. वो समय को दर्शाने के लिए उजिया का मृत्यु के बारे में कहा गया है. ഇസ്രായേലിലെ അല്ലെങ്കിൽ യഹൂദയിലെ ഏതാണ്ട് ഏറ്റവും കൂടുതൽ വർഷം ഭരണം നടത്തിയ രാജാവായിരുന്നു ഉസിയാവ്. यहूदा राजाओं में सबसे ज्यादा राज किया हुआ राजा था उजिया राजा. 52 long years he reigned. 52 ദീർഘവർഷങ്ങളാണ്
താൻ ഭരണം നടത്തിയത്. 52 साल तक उसने यहूदा का राज्य किया उसने. He was only 16 years old when he was enthroned. जब वो उसको राजा माना गया था तभी उसका सिर्फ 16 साल का उम्र था. 52 വർഷം, 52 പ്ലസ് 16, ഇത്രയും വർഷങ്ങൾ അദ്ദേഹം ജീവിച്ചിരുന്നു. वो 52 साल तक जो है यहूदियों को यूदा में राज किया उसने. He was a good king, നല്ല രാജാവായിരുന്നു. और वो एक बहुत ही भला राजा था. മിലിറ്ററിയെ വളരെയധികം ശക്തീകരിച്ച രാജാവ്. वो उनकी सेनाओं को काफी सामर्थ्यवान बनाया था. ഫാമിംഗ്, കൃഷി സംബന്ധമായ കാര്യങ്ങൾ ഏറ്റവും ഉന്നത നിലയിലേക്ക് കൊണ്ടുവന്ന രാജാവ്. उनकी इजराइल का जो है खेत और कृषि का वो अच्छी तरह बढ़ने लग गया था. ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ ഭാഷയിൽ പറഞ്ഞാൽ നല്ല എല്ലാ തരത്തിലുമുള്ള വികാസ്, ഡെവലപ്മെന്റ്സ് കൊണ്ടുവന്ന രാജാവ്. और वो राजा के वजह से यहूदा में जो है पूर्ण विकास का प्रारंभ हुआ था. 2 ദിനവൃത്താന്തം 26 അധ്യായത്തിലും 2 രാജാക്കന്മാർ 15:1 തൊട്ടുള്ള വാക്യങ്ങളിലും നമുക്കിതൊക്കെ കാണാൻ സാധിക്കും. दूसरा इतिहास में हम देख सकते हैं ये दूसरे इतिहास 26 अध्याय में और दूसरा राजा 15 अध्याय में हम इन बातों को देख सकते हैं. അവിടെ 2 രാജ 15 അധ്യായത്തിൽ നമ്മൾ ഈ ഉസിയാവിനെ കാണുന്നത് അസരിയാവ് എന്ന പേരിലാണ്. दूसरा राजा में जो है इस उजिया राजा को देख पाते हैं अजरिया नाम से. അപ്പം ഇതൊക്കെ നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി, ഇപ്പം നമുക്ക് വിവരിക്കാൻ സഭായോഗത്തിൽ സമയമില്ല. ये सब पढ़ने के लिए आप लोग खुद में समय लीजिएगा, अभी पढ़ने के लिए समय नहीं है. അപ്പോൾ ഉസിയാവ് എല്ലാ തരത്തിലുമുള്ള വികാസങ്ങൾ കൊണ്ടുവന്ന ഒരു നല്ല രാജാവ് ആയിരുന്നു. वो सभी प्रकार का विकास जो है वो राज्य में ले आने वाला अच्छा एक राजा था. वो ജനങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള രാജാവ്. और लोगों से काफी प्रीति उसने पाया था. ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. मगर उसमें एक प्रश्न था, एक छोटा सा समस्या था. എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. वो क्या समस्या था उसके जीवन में? എന്തായിരുന്നു? അഭിഷേക് മാലൂം? ശരി, John, what was the problem? Only one single problem. അത്രേ ഉള്ളായിരുന്നു. वो बहुत घमंड करने वाला था. ഇതെല്ലാം ആയി കഴിഞ്ഞപ്പോഴേക്കും അവന്റെ ഹൃദയം നിഗളിച്ചു. उसने देखा कि उसका देश बहुत अच्छी तरह चल रहा है तो घमंड करने लगा अपने ऊपर. ബാക്കി എല്ലാത്തിലും അവൻ സഫലത പ്രാപിച്ചു. और बाकी सभी कार्यों के राज्य के संबंध में उसने सफलता पाई थी. ഒരു പ്രവാചകൻ തന്നോടൊപ്പം ഉണ്ടായിരുന്നു, പുരോഹിതരുണ്ടായിരുന്നു, एक भविष्यवक्ता उसके साथ, एक याचक भी उसके साथ में था. ആ കാലത്തൊക്കെ നന്നായിട്ട് ഇവൻ ജീവിച്ചു. उस समय में अच्छी तरह अपने जीवन बिताया उसने. ജനങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്, और प्रजा भी उनके साथ में थी. ഇഷ്ടം പോലെ ഉയർച്ച ഉണ്ടാവുന്നു. और बहुत अच्छा विकास वहां पर हो रहा था. എല്ലാ മേഖലകളിലും ശ്രേഷ്ഠത കൈവരിക്കുന്നു. और सभी कामों में श्रेष्ठता वो पा रहे थे. ഇതെല്ലാം ഉണ്ടായപ്പോൾ ഇവന്റെ മനസ്സ് അഹങ്കരിച്ചു. ये सब देख करके उसका मन जो है बहुत ही घमंड से भर जाता है. ആ അഹങ്കാരം വെളിപ്പെട്ടത് ഒരു പ്രത്യേക മണ്ഡലത്തിലാണ്. उसका अहंकार प्रकट होने का एक खास अवसर था. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ജോളി ആന്റി പറഞ്ഞതുപോലെ, और पिछले हफ्ते जोली आंटी ने ये कहा था, രാജാവാണ് ഉസിയാവ്, राजा है उसिया, സകലത്തിനും അധികാരമുണ്ട്, और सभी के ऊपर अधिकार है उसका. ന്യായാധിപനാണ്, उसका सब लोगों के न्याय भी कर सकता है वो. പക്ഷേ അവനൊക്കാത്ത ഒരു കാര്യമുള്ളൂ. मगर उससे न होने वाला एक ही बात है, അതാണ് പുരോഹിത വൃത്തി ചെയ്യുക എന്നുള്ളത്. वो है याचक की सेवकाई वो नहीं कर सकता था. കാരണം അവൻ ലേവിയ ഗോത്രത്തിലും അഹരോന്റെ കുടുംബത്തിലും പെട്ടയാളല്ല. क्योंकि वो लेवी और अहरोन के घराने से नहीं था. അതുകൊണ്ട് ഒരു കാരണവശാലും അവന്
പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ പറ്റില്ല. इसीलिए किसी कारणवश वो याचक की सेवकाई न कर सकता था. പക്ഷേ അവനൊരാഗ്രഹം, मगर उसके मन में एक इच्छा थी. ഞാൻ ഇത്രയൊക്കെ വലിയ ആളായി രാജാവായിട്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് അതും കൂടെ ഒന്ന് ചെയ്യണം. तो उसने सोचा कि मैं राजा बनकर मैं सब कुछ कार्य कर सकता हूं, तो याचक का काम भी मुझे करना चाहिए कर. അതുകൊണ്ട് അവന് അനുവദിക്കപ്പെട്ടിട്ടില്ലാത്ത പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ ഒരുമ്പെട്ട ദേവാലയത്തിൽ ധൂപം കാട്ടാനെത്തി. और उसे रोका गया हुआ था कि याचक की सेवकाई नहीं करना है, मगर याचक की सेवकाई करने के लिए परमेश्वर के घराने में वो जो है धूप दिखाने के लिए चला गया. പുരോഹിതന്മാർ അവനോട് അരുതെന്ന് പറഞ്ഞു. और सभी लोगों ने कहा कि ऐसा न करना आप. പക്ഷെ അവന്റെ അഹങ്കാരം കൊണ്ട് രാജ്യത്തിലെ പ്രജകളും പുരോഹിതനും പറയുന്നത് ഞാനെന്തിന് കേൾക്കണം എന്ന ഒരു മത്സര സ്വഭാവമായി. और लोग और पुरोहित लोग कह रहे थे कि ऐसा न करिए, मगर वो उनका सुने बिना वो कहने के लिए उसका घमंड उसे ले गया. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? और इसके फलस्वरूप उसे क्या हुआ? എല്ലാവർക്കും കാണാൻ കഴിയുന്ന നെറ്റിയിൽ കുഷ്ഠം പൊങ്ങി. और सभी लोग देख सके उस स्थान पर उनके माथे पे जो है एक कोढ़ का बीमारी हो गया. അക്കാലത്ത് കുഷ്ഠം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശിക്ഷയാണ്. उन जमाने में कोढ़ कहा जाए, कोढ़ की बीमारी हो तो परमेश्वर का दंड दिया जाना माना जाता था. ദൈവത്തിന്റെ ശിക്ഷയും പാപത്തിന്റെ ഫലവുമാണ് കുഷ്ഠം എന്ന് അക്കാലത്ത് വിശേഷാൽ യഹൂദന്മാർക്കിടയിൽ ഒരു നടപ്പുണ്ടായിരുന്നു. वो पाप का दंड या परमेश्वर से पाने वाला दंड जो है कोढ़ की बीमारी के समान हम मनुष्यों में हो जाती है, ऐसा इजरायली लोग विश्वास करते थे. കുഷ്ഠം വന്നാൽ പിന്നെ അവനെ ക്വാറന്റൈൻ ചെയ്യണം. कोढ़ की बीमारी हो जाए तो उसे लोगों से अलग किया जाता था. ഇവന്റെ കുഷ്ഠം മാറിയില്ല. और इसका जो कोढ़ की बीमारी है उसे चंगाई नहीं पाता हो. കഴിഞ്ഞ ആഴ്ച നമ്മൾ ജോളിയാൻഡി പറഞ്ഞ അത് 7 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവം അങ്ങ് മാറി. और जोलेंडी ने कहा कि 7 दिन के बाद उसकी कोढ़ की बीमारी है वो जो ठीक हो गई थी कर. അവിടെയും പ്രശ്നം ഇത് തന്നെയായിരുന്നു. वहां पर भी यही प्रश्न था. എന്തേ? ദൈവം ഏൽപ്പിക്കാത്ത ആത്മീയ ശുശ്രൂഷ ചെയ്യാൻ ഒരുങ്ങി. जो परमेश्वर ने सेवकाई न दिया हो वो जिम्मेदारी वो खुद से करने लगता है. तब ദൈവം ആ ശുശ്രൂഷ ഏൽപ്പിച്ചവരോട് മത്സരിച്ചു, അവരോട് എതിർത്ത് നിന്നു. जो सेवकाई किसी को करने के लिए दी है उसे रोक करके खुद ही वो सेवकाई करने के लिए जब तैयार हो जाता है. രണ്ടിടത്തും ഫലം കുഷ്ഠം. और दोनों स्थानों में हम देखते हैं कि उसका फल उसको कोढ़ की बीमारी होती है. മിരിയാമിനോട് ഒരാഴ്ച കഴിഞ്ഞപ്പം ദൈവം അങ്ങ് ക്ഷമിച്ചു. और ये मिरियाम के संबंध में 7 दिन के बाद उसको चंगाई प्राप्त होती है. എന്നാൽ ഈ ഉസിയ രാജാവ് മരണം വരെ കുഷ്ഠരോഗിയായിരുന്നു. मगर उजिया राजा मृत्यु तक जो है वो कोढ़ी बना रहा. എന്നാലും അദ്ദേഹം മറ്റൊരു വീട്ടിൽ താമസിച്ചുകൊണ്ട് ഭരണമൊക്കെ നടത്തി. मगर वो दूसरे घर में एक रह करके वहां से राजपाट चलाता था. അപ്പോഴും രാജ്യം പുരോഗമിച്ചുകൊണ്ടിരുന്നു. तब भी राज्य बहुत विकास करता था. ദീർഘമായ 52 വർഷം കഴിഞ്ഞു. और लंबा 52 साल बीत गया. ഇപ്പോൾ താൻ മരിച്ചു. और अब वो मर गया. ഇസ്രായേലിലെല്ലാം അത് നിമിത്തം ദുഃഖമായി. और इसके फलस्वरूप सारा इजराइल दुखी हो गया. ഒരു നല്ല രാജാവ് നാട് നീങ്ങിയിരിക്കുന്നു. बहुत अच्छा राजा हमको छोड़कर चले गए. ജനങ്ങളെ ഏറെ സേവിച്ച ഒരു രാജാവ്, लोगों की अच्छी सेवा करने वाला एक राजा थे. തന്റെ കീഴിൽ രാജ്യം സുരക്ഷിതമായിരുന്നു. और उनके राज्य में सभी लोग सुरक्षित थे. ഒരു ശത്രുവും അവരെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. और कोई भी शत्रु सैन्य उसके ऊपर हावी न हो सका. എല്ലാ നിലകളിലും പുരോഗമനം. सभी कार्यों क्षेत्रों में जो है विकास होता रहा. അദ്ദേഹത്തിനൊരു പകരക്കാരനെ കണ്ടെത്താൻ ജനത്തിന് സാധിക്കാതെ വന്നു. अब लोग जो है उसका रिप्लेसमेंट नहीं ढूंढ पा रहे हैं. എന്ന് പറഞ്ഞാൽ രാജാവ് ഇല്ലെന്നല്ല, രാജാവ് വന്നു, പക്ഷെ ഇദ്ദേഹത്തിന്റെ സ്ഥാനം അലങ്കരിപ്പാൻ ഇനി ആർക്ക് പറ്റും എന്ന ഒരു ചിന്ത. ऐसा नहीं कि वहां राजा नहीं था,
मगर इस राजा का कद का व्यक्ति वहां नहीं पाया जा सकता था। അത് ജനത്തിന്റെ വികാരമായിരുന്നു. वो लोगों का इमोशन या भावना था ये। ഒരുപക്ഷെ പ്രവാചകനും അതേ ചിന്താഗതി തന്നെ പുലർത്തി. शायद भविष्यवाणी करने वाला यहोशैया ने भी शायद ऐसा ही सोचा होगा. എന്നാൽ അവരോടുള്ള ദൈവത്തിന്റെ സന്ദേശമാണ് 6-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. मगर उन लोगों से कहने वाला मैसेज है परमेश्वर ने 6ठी अध्याय में लिखा हुआ है. കിങ് ജെയിംസ് വേർഷൻ ഉണ്ടോ ആരുടെയും കയ്യിൽ? ഉണ്ടെങ്കിൽ വായിച്ച നമ്മളെ ഫസ്റ്റ് വേഴ്സ്. In the year that King Uzziah died, I saw also the Lord sitting upon a throne, high and lifted up, and his train filled the temple. വേറെ ഒരു വേർഷനിലും കാണാത്ത ഒരു പദം അവിടെയുണ്ട്. किसी और इंग्लिश के ट्रांसलेशन में न पाया जाने वाला एक शब्द वहां पर है. ഏതാ? അതെല്ലായിടത്തുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു പദം അവിടെ. हम ध्यान न देने वाला एक बात है वहां पर. ഓൾസോ, वहां पर एक ऑल्सो भी लिखा गया है. ഓൾസോ. I saw also the Lord enthroned. Okay, ആ ഒരു പദം വേറെ ഒരു ഭാഷയിലും ഒരു പക്ഷേ ഇല്ല. उजिया राजा मरा, उसके साथ ही परमेश्वर को थ्रोन के ऊपर बैठा हुआ देखा. ऐसा उसी में लिखा गया किंग जेम्स वर्जन में. തമിഴിൽ എങ്ങനെ മോനെ? ഫസ്റ്റ് വേഴ്സ് റീഡ് ലൗഡ്ലി. ഇരിക്കുന്നത് കണ്ടേൻ, അത്രേ ഉള്ളൂ. ഹിന്ദിയിലും इस वर्ष Uzziah राजा मरा, मैंने प्रभु को बहुते उसके सिंहासन पर विराजमान देखा. ബസ് അവിടെയും ആ പദം ഇല്ല. वहां पर भी वो एक वर्ड का मिसिंग है. അതും കൂടെ ചേർക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരേണ്ടത്: ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ യഹോവയായ ദൈവത്തെ ഞാൻ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവനായും കൂടെ കണ്ടു. ഇരിക്കുന്നതും കൂടെ ഞാൻ കണ്ടു. अगर वो शब्द को भी जोड़ा जाए तो इस प्रकार उसका वो निकलेगा कि उजिया राजा जिस साल मरा, वहां मैंने प्रभु को ऊंचे सिंहासन पर बैठते हुए भी देखा. അതായത് ഉസിയാവ് മരിച്ചു എന്നത് മാത്രമല്ല, ദൈവം ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുക കൂടെ ചെയ്യുന്നുണ്ട്. मगर जिस साल उजिया मरा था वही घटना नहीं था, ये भी देखा कि परमेश्वर सिंहासन पर विराजमान है. ये बात भी देखा मैंने. Praise God. Following me? क्या आप लोग समझ रहे हैं? കഴിഞ്ഞ ഒരു ദിവസം ഒരു ദൈവദാസൻ ഈ വാക്യം ഉദ്ധരിക്കുന്നത് കേട്ടപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ആ ചിന്ത കൂടെ വന്നത്. पिछले दिनों में एक पास्टर को इस वचन को प्रचार करते वक्त ये मुझे ध्यान में आया. സ്തോത്രം. Now Isaiah is seeing a throne in Jerusalem that is vacant. अब जो ऐसिया जो है एक सिंहासन इज़राइल के अंदर वो खाली देखता है. But he sees also a throne not vacant but occupied in the heavens, that also by the most high God. मगर वो उसी समय में एक सिंहासन देखता है जो खाली नहीं है इस बार, मगर उसके ऊपर प्रभु परमेश्वर विराजमान है. മനസ്സിലാവുന്നുണ്ടോ? ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സിംഹാസനം. एक खाली पड़ा हुआ सुनसान सिंहासन है. ദാവീദിന്റെ സിംഹാസനം, ദാവീദിന്റെ വംശപാരമ്പര്യത്തിൽപ്പെട്ട യഹൂദ രാജാക്കന്മാർ ഇരിക്കുന്ന ഉസിയാവ് ഇരുന്ന സിംഹാസനത്തിൽ ഇപ്പോൾ ആളില്ല. दाऊद राजा का वंश का सिंहासन जिसपे उजिया था वो मर गया, अभी कोई भी नहीं है उसके ऊपर. ഇനി ആരെങ്കിലും വന്നാലും ഇരുന്ന ഉസിയാവിന് പകരക്കാരനാവില്ലത്രേ. मगर अभी एक नया राजा आ सकता है, मगर उजिया राजा के समान नहीं बन सकता है वो.
എന്നാൽ ദൈവമായ യഹോവ ആകുലപ്പെട്ടിരിക്കുന്ന പ്രവാചകനെയും ജനത്തെയും ഒരു കാര്യം അറിയിക്കുന്നു. मगर जो व्याकुल हुए हुए प्रजा को और आइजिया को समझाने के लिए परमेश्वर कहता है, നിങ്ങളുടെ യെരൂശലേമിലെ സിംഹാസനമേ ഉള്ളൂ ഒഴിഞ്ഞു കിടക്കുന്നത്. आप लोग ने देखा होगा इजराइल में ही सिंहासन खाली पड़ा है, എന്നാൽ സ്വർഗത്തിൽ ഒരു സിംഹാസനമുണ്ട്. मगर स्वर्ग में एक सिंहासन है. ആ സിംഹാസനത്തിൽ നിന്ന് രാജാവ് ഒഴിഞ്ഞു പോയിട്ടില്ല. उस स्वर्गीय सिंहासन में से राजा हटा नहीं है. അവിടെ നിന്നും രാജാവ് മാറുകയുമില്ല. वो राजा जो है वो सिंहासन से कभी हटेगा भी नहीं. അവൻ നിത്യ രാജാവാണ്. वो हर हमेशा के लिए राजा बना रहेगा. അവന്റെ സിംഹാസനം നിത്യരാജത്വമാണ്. और उसका राज्य अनंत अनंत काल के लिए है. നിങ്ങൾക്ക് നിങ്ങളുടെ രാജാവിന്റെ പകരക്കാരെ അന്വേഷിക്കണം. आप लोग को आपके राजा के रिप्लेसमेंट ढूंढना पड़ेगा. എന്നാൽ സ്വർഗത്തിലെ രാജാവിന് പകരക്കാരെ നിങ്ങൾക്ക് തേടേണ്ടതില്ല. मगर स्वर्गीय राजा का बदलने के लिए कोई और राजा नहीं हो सकता है. ഹല്ലേലൂയ. ഇന്ന് പകൽ മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഇതുപോലെ നാമും ആശ വെച്ചിരിക്കുന്ന പലരും നാട് നീങ്ങും. वैसे हम भी आशा रखने वाले कई व्यक्ति और कई स्थान हट जाएंगे. സ്തോത്രം. നമുക്കേറെ ഉപകാരപ്രദമായിരുന്ന പലരും നമ്മെ സഹായിപ്പാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തും. हमें हमारी सहायता और हमारी सुरक्षितता हम जिसमें पाते हैं उस व्यक्ति या सिचुएशन बदल जाएंगे. ഗവൺമെന്റുകൾ നമുക്ക് അനുകൂലമായത് മാറും. हमारे अनुकूल जो गवर्नमेंट्स हैं वो भी बदल जाएंगे. നാം ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഒരുപക്ഷെയുള്ള മേലധികാരികൾ നമുക്ക് അനുകൂലമായവർ അവരും റിട്ടയർ ആവുക പോലും ചെയ്ത് മാറിപ്പോകും. और हमारे बॉस या सीनियर जो हमारे अनुकूल हैं डिपार्टमेंट में वो भी शायद बदल जाएंगे या रिटायर हो जाएंगे. ഇല്ലെങ്കിൽ ചിലർ മരണത്താൽ മാറിപ്പോകും. और कुछ लोग शायद मृत्यु को पाकर के हट जाएंगे. ചിലർ ട്രാൻസ്ഫർ ആയിട്ട് പോകും. कुछ लोगों का ट्रांसफर किया जाएगा. ചിലപ്പോൾ നമ്മിൽ നിന്ന് അവർ മറ്റു കാരണങ്ങളാൽ അകന്നു പോകും. और किसी कारणवश वो हमसे दूर हो सकते हैं. നമുക്കേറെ ഉപകാരപ്പെട്ടവർ, हमें बहुत लाभदायक व्यक्ति था वो. ഒരർത്ഥത്തിൽ നാം അവരെ ആശ്രയിച്ച് ജീവിച്ചു. उसी पर भरोसा करते हुए हम अपना जीवन बिता रहे थे. അവർ നമുക്ക് സഹായമായിരുന്നു. क्योंकि वो हमारे कोई भलाई करता था. അവർ നമ്മുടെ സ്വന്തമായിരുന്നു. वो हमारे खुद के थे. അവരെന്നും മരിക്കാതിരുന്നിരുന്നെങ്കിൽ എന്ന് നാം हम ആഗ്രഹിക്കുമായിരുന്നു. ऐसा सोचेंगे कि अगर वो मरा नहीं होता या हमसे बिछड़ नहीं जाता तो भला होता. പക്ഷെ അവർ പോയി. मगर वो छूट गए, അവരുടെ बिछड़ ആ गए. അകൽച്ച നമുക്കേറെ താങ്ങാനൊക്കാത്തതായി. वो हमसे बिछड़ गए, ये हमें काफी पीड़ा या दुख प्रदान करता है. ഇനിയും ആരെന്നെ സഹായിക്കും എന്ന ചിന്ത, अब हमें आगे कौन हमारी सहायता करेगा सोचते हैं. അതിന് അയാൾക്ക് ആ വ്യക്തിക്ക് പകരം ആരുമില്ല എന്ന തിരിച്ചറിവ്. हम ये जानते हैं उस व्यक्ति को उस स्थान पर और कोई व्यक्ति वैसा नहीं हो सकता है. ഏറെ ദുഃഖകരമായ അവസ്ഥയാ. और ये काफी दुख देने वाली अवस्था है. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നു. मगर पवित्र आत्मा हमसे बातें करती है. സ്വർഗത്തിൽ ഒരു സിംഹാസനമുണ്ട്. वो कहता है कि स्वर्ग में एक सिंहासन है. അത് ചെറുതല്ല. वो छोटा सिंहासन नहीं है. എങ്ങനെയുള്ള സിംഹാസനമാണ്? मगर कैसा सिंहासन है वो? രണ്ട് പദങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ? എന്തൊക്കെയാ? പ്രൈസ് ഗാഡ്. ഹയർ ആൻഡ് ലിഫ്റ്റഡ് അപ്പ്. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനം. ऊंचे सिंहासन है कर कर वहां पर लिखा है. हिंदी में कैसे दिया? हाँ, पहला नहीं, पद में पहला खाली ऊंचे सिंहासन लिखा है. ऊंचे ही है. ऊंचे पर विराजमान है. സ്തോത്രം. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനം. ऊंचे सिंहासन पर विराजमान. സ്തോത്രം. അതെ, മറ്റെല്ലാ സിംഹാസനങ്ങളും ഈ സിംഹാസനത്തിന് കീഴെയാ. और दुनिया के सारे सिंहासन जो ऊंचाई में सिंहासन जो है उसके नीचे ही रहता है. മറ്റെല്ലാ ഭരണങ്ങളും ഈ രാജാവിന് കീഴെയാ. और सारा राज्य जो है उसके राज के अधीन ही रहता है. സകലർക്കും അതീതനായി, सभी के ऊपर में रहने वाला,
സ്തോത്രം. നമ്മെ സഹായിപ്പാൻ ഏതു സമയവും ജീവിച്ചിരിക്കുന്നവനായി, हमें किसी भी समय पर सहायता करने के लिए वहां पर बैठा है वो। മരണം കൊണ്ടുപോലും മാറാത്തവനായ ഒരു രാജാവ് നമുക്കുണ്ട്. मृत्यु भी उसे दूर नहीं कर सकता हमसे, वैसा जीवंत व्यक्ति है वो। ഹല്ലേലൂയ. സ്ഥലത്തിന്റെ പരിമിതികളില്ലാതെ, उसको कोई सीमा नहीं है जो बांध कर रख सकता है। സ്തോത്രം. കാലത്തിന്റെ പരിമിതികൾ, സമയത്തിന്റെ പരിമിതികളില്ലാതെ, कोई समय की सीमा भी उसे रोक नहीं सकता है। സ്തോത്രം. അപരിമിതനായ ഒരു രാജാവ് നമുക്കുണ്ട്. और बिना सीमा रहित एक परमेश्वर है, वो हमारा परमेश्वर है। ഉസിയാവ് മരിച്ചു എന്നത് സത്യമാണ്. उजिया राजा मर गया, ये सच्चाई है। സിംഹാസനം ഒഴിഞ്ഞു കിടക്കുന്നു എന്നത് സത്യമാണ്. और सिंहासन खाली पड़ा है, ये भी सच्चाई है। ഉസിയാവിനെ പോലെ ഒരു രാജാവ് ഒരുപക്ഷെ ഇനിയും ഉണ്ടാവില്ലെന്നുള്ളതും സത്യമാണ്. और उजिया के समान एक अच्छा राजा नहीं होगा, ये भी सच्चाई है। But also we have to see our God is enthroned on a higher and lifted up throne above everything in eternity. और उसी समय में हमें हालेलुया। यह भी देखना है कि हमारे प्रभु बहुत ही ऊंचे सिंहासन पर विराजमान है कर कर। ഹല്ലേലൂയ. ഇന്ന് പകലിൽ നമുക്ക് ആ രാജാവിനെ ഒന്ന് കാണാൻ പറ്റുമോ? आज सुबह के दिन में अपने विश्वास के आंखों से उस राजा को देख पाते हैं क्या? സ്തോത്രം. കർത്താവേ, ഞാൻ അങ്ങയെ കാണുവാൻ ആഗ്രഹിക്കുന്നു. हम दिल से कहे परमेश्वर, उस राजा को मैं देखना चाहता हूँ। നമ്മുടെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. मेरे प्रश्न इस धरती पर हैं। ആ പ്രശ്നങ്ങളോടൊപ്പം along with also we can see, ഈ പ്രശ്നങ്ങളോടൊപ്പം അതും കൂടെ നാം ഒന്ന് കാണുക. मेरे दुनिया में कई समस्याएं हैं, मगर समस्याओं को ही खाली देखता नहीं, समस्याओं को देखता है। उसी समय में सिंहासन पर विराजमान प्रभु को भी मैं देखता हूँ। ഹല്ലേലൂയ. ഗോലിയാത്ത് ഉണ്ട്. गोलियात भी है। ഗോലിയാത്ത് ഇല്ലെന്നൊന്നും നമ്മൾ ചിന്തിക്കണ്ട. हम ये ना सोचे कि गोलियात नहीं है कर कर, പക്ഷേ ഗോലിയാത്തിനെ നമ്മുടെ കാൽ കീഴാക്കി തരുവാൻ കഴിയുന്ന ഒരു കർത്താവിനെയും കൂടെ നാം ഒന്ന് കണ്ടാൽ മതി. और गोलियात के साथ ही साथ गोलियात को अपने पैरों पर ला सका ऐसा एक परमेश्वर भी हमारे साथ है, उसे भी देखें। മാരക രോഗങ്ങളുണ്ട്. कई प्रकार की मारक बीमारियां हो, പക്ഷേ അവയ്ക്ക് അതീതമായി നമ്മെ സൗഖ്യമാക്കി നടത്തുവാൻ കഴിയുന്ന കർത്താവിനെയും കൂടെ ഒന്ന് കണ്ടാൽ മതി. उस बीमारियों के साथ ही परमेश्वर है जो हमारे सारे बीमारियों को चंगा कर सकता है, उसे भी साथ में देखें। ആൾക്കാർ പലരും നമുക്കെതിരാണ്. दुनिया के लोग हमारे विरुद्ध हो जाते हैं, നാം ചിലപ്പോൾ ഒറ്റപ്പെട്ടെന്ന് വന്നേക്കാം. हम शायद अकेले किए जाएंगे, അത് സത്യമാണ്. वो सच्चाई भी है। പക്ഷേ അപ്പോഴും നമ്മുടെ വലങ്കരം പിടിച്ച് നമ്മെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു കർത്താവിനെയും കൂടെ ഒന്ന് കണ്ടാൽ മതി. मगर हमारे दाहिने हाथ को पकड़कर हमें थामे, हमारे साथ चलने के लिए एक परमेश्वर है, इसे भी साथ में देखें। ഹല്ലേലൂയ. സ്തോത്രം. हालेलुया। Isaiah saw also the king above everything. आइज़िया ने एक प्रभु को देखा जो विराजमान था सिंहासन के ऊपर, उसके साथ में उजिया हालेलुया। मृत्यु हुए देखा उसने। സ്തോത്രം. ഞാൻ സാധാരണ പറയുന്നത് പോലെ our God is not dead. हमारा परमेश्वर मरा हुआ नहीं है, നമ്മുടെ ദൈവം ഇന്നും ജീവിച്ചിരിക്കുന്നു. हमारा परमेश्वर आज भी जीवित है। Simply always tell to ourselves, my Lord lives. हम अपने आप से ये बात को दोहराते रहें कि मेरा परमेश्वर मेरे लिए आज भी जिंदा है कर कर। ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ആരെല്ലാം മാറിയാലും മാറ്റമില്ലാത്തൊരു ദൈവം. दुनिया में कितने लोग भी बदल जाए, न बदलने वाला, न हटने वाला परमेश्वर मेरे साथ है। Immutable God, unchangeable God. न बदलने वाला एक परमेश्वर मेरे साथ है। ഹല്ലേലൂയ. സ്തോത്രം. അതെ, നമ്മുടെ ദൈവം മരിച്ചിട്ടില്ല, ഇന്നും ജീവിക്കുന്നു. हमारा परमेश्वर मरा नहीं, वो आज भी जीवित है। നമ്മോട് തന്നെ പറ. हम अपने आप से कहें, സാത്താനോട് പറ. हम शैतान से कहें, നമ്മുടെ പ്രശ്നങ്ങളോട് പറ. अपने समस्याओं से कहें, നമ്മുടെ കർത്താവിനോടും ഏറ്റു പറ, കർത്താവേ, അങ്ങ് ജീവിക്കുന്നതിനാൽ ഞാനും ജീവിക്കുന്നു. हमारे परमेश्वर से हम कहें, क्योंकि तू जिंदा है इसी के लिए मैं आज भी जिंदा हूँ। ഹല്ലേലൂയ. നമ്മുടെ ദൈവം ജീവിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ സന്തോഷത്തോടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. हम परमेश्वर में जीवित हैं,
तो विश्वास के साथ हम परमेश्वर से कहें, സ്തോത്രം. Our God lives. हमारा परमेश्वर जीवित है. ഹല്ലേലൂയ. സ്തോത്രം. ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. हमारे परमेश्वर हम सबको आशीषित करें. परमेश्वर आपकी सहायता करें. എന്നെ യേശു ജീവിക്കുന്ന